നമസ്കാരം. സാഗർ റൈസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് ഈ തൊട്ട് 3 ക്ലാസ് വെച്ച് മനസ്സിലായല്ലോ, ഈസിയാണ് പഠിക്കാനായിട്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചില പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തിരിഞ്ഞു പോവാതെ പഠിച്ചുകൊണ്ടാൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പോർഷൻസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു, എൻവയോൺമെന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളും അതുപോലെ ഈ നമ്മൾ നേച്ചർ നർച്ചർ കോൺട്രവേഴ്സി പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒരുപാട് നമ്മൾ പറഞ്ഞല്ലോ, പ്രീനേറ്റൽ ആണെങ്കിലും പോസ്റ്റ് നേറ്റൽ ആണെങ്കിലും ഒന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് പഠിക്കാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ നീഡ്സ് ഓഫ് എ ചൈൽഡ് ആൻഡ് മദർ. ഒരു കുഞ്ഞിനും ഒരു അമ്മയ്ക്കും എന്തെല്ലാം വേണം? ന്യൂട്രീഷൻ വേണം, ഹെൽത്ത് നന്നായിരിക്കണം, ഹൈജീൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഗ്രോത്തും ഡെവലപ്മെന്റും എല്ലാം പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ മെറ്റേണൽ ഹെൽത്ത്, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു അമ്മ എന്ത് ചെയ്യണം? അവരുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുഞ്ഞ് വയറിൽ കിടക്കുകയാണ്. സോ കുഞ്ഞിനുള്ള ന്യൂട്രിയൻസും അമ്മ കഴിച്ചാൽ മാത്രമേ കുഞ്ഞിലേക്ക് എത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മെറ്റേണൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്തിന് ഇമ്പോർട്ടന്റ് ആണ്? എൻവയോൺമെന്റൽ ഫാക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫീറ്റസിന് അല്ലെങ്കിൽ ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അമ്മയുടെ ഡയറ്റിൽ നിന്നാണ് പ്രോട്ടീൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും ഒക്കെ കിട്ടുന്നത്. എന്താണ്? ആ ഒരു അംബ്ലിക്കൽ കോഡ് വഴിയാണ് ആ ഒരു ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അമ്മയുടെ ഡയറ്റ് എന്തിൽ പ്രധാനമാണ്? കുഞ്ഞിന്റെ ആരോഗ്യത്തിൽ പ്രധാനമാണ്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? അമ്മ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ എന്തിൽ റിച്ച് ആയിരിക്കണം? നെസസറി ന്യൂട്രിയൻസ് കൊണ്ട് റിച്ച് ആയിരിക്കുന്ന ഫുഡ് കഴിച്ചാൽ മാത്രമേ, ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതെല്ലാം കിട്ടുള്ളൂ. അല്ലാതെ അമ്മ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് കിട്ടാതിരിക്കോ? ഇല്ലല്ലോ. കുഞ്ഞ് അമ്മയുടെ വയറ്റിലായത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടേം പറഞ്ഞിരുന്നു, പാരസൈറ്റ് എന്നൊരു ടേം. എന്താ ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു? അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് അമ്മയെ ഡിപ്പെൻഡ് ചെയ്താ കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഡയറ്റ് കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് അത് നമ്മൾ പറഞ്ഞു, ഫുഡിന്റെ കാര്യം പറഞ്ഞു, ഡയറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറ്റ് കൊണ്ട് മാത്രം കുഞ്ഞിന് ഗ്രോത്തും ഡെവലപ്മെന്റും പോസിബിൾ ആണോ? അല്ല. അമ്മയുടെ ആരോഗ്യം പ്രധാനമാണ്, അല്ലെ? അപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനവിടെ പ്ലാസെന്റ എല്ലാം ഉണ്ട്. ഈ പ്ലാസെന്റയാണ് ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഇടയ്ക്ക് വേണ്ടാത്ത വൈറസുകൾ അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒന്നും വരാതിരിക്കാൻ, കുഞ്ഞിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലസന്റയാണ് അവിടെ ബാരിയർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കെമിക്കൽസ് ആണെങ്കിലും അമ്മ കഴിക്കുന്ന എല്ലാ ഫുഡിൽ നിന്നുള്ള കെമിക്കൽസും അകത്തേക്ക് എത്തുന്നുണ്ടല്ലോ. അതുപോലെ വേറുള്ള അമ്മ ശ്വസിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും തന്നെയും കെമിക്കൽസിന്റെ എല്ലാം, ഇതിനെല്ലാം വൈറസ് ആയിക്കോട്ടെ, മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ബാരിയർ ആയിട്ട് നിൽക്കുന്നത് ഈ പ്ലസന്റയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞിന് ഒരു പ്രോപ്പർ ആയിട്ട്, കുഞ്ഞിനാണെങ്കിലും കുഞ്ഞിന് കിട്ടുന്ന രീതിയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ കാര്യങ്ങളൊക്കെ ആരെടുക്കണം? ഈ അമ്മ എടുക്കണം. സോ അമ്മ എടുക്കുമ്പോൾ ആ ഇമ്മ്യൂണൈസേഷൻ വഴി പ്ലസന്റയ്ക്കായിരിക്കും ആ ഒരു ഉപയോഗം ഉണ്ടാകുന്നത്. അപ്പൊ അതുവഴി കുഞ്ഞും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. സോ ഓരോ ഡിസീസുകൾ വരുമ്പോൾ അമ്മയ്ക്കാണെങ്കിലും നമുക്കിപ്പോൾ അല്ലാതെ നമുക്ക് സ്പ്രെഡിങ് ഡിസീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡിസീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞിനെ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും അമ്മയും പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയെയും എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ചെക്കപ്പുകളെല്ലാം ചെയ്യുക. അതുപോലെ വാക്സിനേഷൻ അല്ല, ഇമ്മ്യൂണൈസേഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുക എന്നുള്ള കാര്യമാണ്. ഇനി ഇമ്മ്യൂണൈസേഷനും ഡയറ്റും ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ഒരു നല്ലൊരു ഹെൽത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പോരാ. അവിടെ പ്രോപ്പറായിട്ട് ഹൈജീനും വേണം. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ബാത്തിങ്, അതുപോലെ ക്ലീനിങ് ഓഫ് ടീത്ത്, ഹെയർ, നെയിൽസ്, നോസ്, ഐസ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഈ പറയുന്ന ഡെവലപ്മെന്റും അതുപോലെ ഗ്രോത്തിനെയും ബാധിക്കുന്ന ഒരു ഫാക്ടറായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. സോ ഹൈജീൻ അവിടെ വരുന്നുണ്ട്, അതുപോലെ എന്താണ്? ഹെൽത്ത് വരുന്നുണ്ട്, ന്യൂട്രീഷനും വരുന്നുണ്ട്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ഫാക്ടർ ഏജ് ഓഫ് മദർ ആണ്, അമ്മയുടെ പ്രായം. അപ്പൊ അമ്മയുടെ പ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണയായിട്ട് പ്രഗ്നന്റ് ആവാനും കുഞ്ഞിന് ജന്മം കൊടുക്കാനും ഒക്കെ നമ്മളൊരു 19 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് വരെയൊക്കെയാണ് സാധാരണ ഒരു ഫെർട്ടൈൽ പീരീഡ് നമ്മൾ കണക്കാക്കുന്നത്. 45 വയസ്സ് വരെയൊക്കെ ഫെർട്ടൈൽ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആളുകളൊക്കെ ബർത്ത് കൊടുക്കാൻ, കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന പ്രായം ഒരു 35 വയസ്സിനും ഒരു 19 വയസ്സിനും ഒക്കെ ഇടയിലുള്ള ഒരു പ്രായമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 19 വയസ്സിൽ താഴേക്ക് അല്ലെങ്കിൽ തന്നെ ഒരു 17 ഇയേഴ്സിനൊക്കെ ബിലോ ആയിട്ട് വരുന്ന അമ്മമാരാണെങ്കിൽ, പ്രഗ്നന്റ് ആവുന്ന അമ്മമാരാണെങ്കിൽ അവിടെ അമ്മമാരുടെ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഒരു 17 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അവിടെ
ഫുള്ളി മെച്യൂർ ആയിട്ടുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസോ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻസോ ആയിരിക്കില്ല. ആ ഒരു മെച്യൂറേഷൻ പീരീഡിലേക്ക് എത്തുന്നതേ ഉള്ളൂ, ആ ഒരു അഡോൾസൻ പീരീഡിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിലുള്ള ഒരു റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ ഒരു ടീനേജേഴ്സിന്റെ ഇടയ്ക്ക് ആ ഒരു അഡോൾസൻ പീരീഡിലൂടെ കടന്നു പോകുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു കുഞ്ഞുങ്ങൾ തന്നെ അവരെ വിളിക്കുക അല്ലെ, യങ് വൺസിന്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു അമ്മയാകുന്ന അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യാനായിട്ട് പാടില്ല. അവിടെ ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് വരാം, കുഞ്ഞിനെ ബാധിക്കാം, അതുപോലെ ആ ഒരു അമ്മയ്ക്കും വരാം. ഇനി അതേപോലെ തന്നെ 35 വയസ്സിന് മുകളിലോട്ടുള്ള അമ്മമാരാണെങ്കിൽ എങ്ങനെയാണ്, അവരുടെ ഒരു ഹോർമോണൽ ആക്ടിവിറ്റി എല്ലാം ഗ്രാജുവലി ലോ ചെയ്ത് വരുന്ന സമയമാണ്. ഇനി 40 വയസ്സിൽ മുകളിലേക്കുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഡൗൺ സിൻഡ്രോം പോലുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റി വന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഏജ് ഓഫ് മദർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ്, ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മദർ. നമ്മൾ പറയാറുണ്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസ് എപ്പോഴും സന്തോഷവതിയായിട്ട് ഇരിക്കുക, ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് മാത്രം ഇരിക്കുക എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്, ആ ഒരു ഇമോഷൻസ് കുഞ്ഞിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും, ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അമ്മയ്ക്ക് വേറെ വലിയ ദുഃഖം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ചിരിക്കും, കുഞ്ഞിന് വേണ്ടി ചിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വേറെ സിറ്റുവേഷൻസ് എല്ലാം ഓക്കെ ആയിട്ടുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ പരമാവധി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്ന് നമ്മൾ പറയണം. അത് നമ്മൾ പറഞ്ഞേ മതിയാവുള്ളൂ, അല്ലാതെ വേറെ ഭാവിയിലെ കാര്യങ്ങൾ ആകുലത വ്യാകുലത ഒക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മദേഴ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്, അമ്മയുടെ ഫിസിക്കൽ സ്റ്റേറ്റും അതുപോലെ അമ്മയുടെ ഇമോഷണൽ സ്റ്റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇമോഷൻസ് ലൈക്ക് റേജ്, ഫിയർ, ആങ്സൈറ്റി, ഇതെല്ലാം ഞാൻ പറഞ്ഞു, എന്താണ് ദേഷ്യം അല്ലെങ്കിൽ ഭയം, ആങ്സൈറ്റി, ഇതെല്ലാം കുഞ്ഞിന്റെയും അമ്മയുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ അമ്മയുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുമ്പം അമ്മയുടെ നെർവസ് സിസ്റ്റത്തിലുള്ള കുറച്ച് കെമിക്കൽസ് എന്ത് പറ്റും, റിലീസ് ആവാൻ തുടങ്ങും. എന്നിട്ട് അത് അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ കലരും. ആ ബ്ലഡ് ആണ് കുഞ്ഞിന്റെ ബോഡിയിലേക്കും പോകുന്നത്. കുഞ്ഞിന് ന്യൂട്രിയൻസ് ആയിട്ട് പോകുന്ന അംബ്ലിക്കൽ കോഡിലൊക്കെ ബ്ലഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ബ്ലഡ് സ്ട്രീംസ് എന്ത് ചെയ്യും, ഫീറ്റസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ അത് എന്ത് ബാധിക്കും, കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കും. സോ അമ്മ എപ്പോഴും സന്തോഷം, അമ്മയുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ്, ഇമോഷണൽ സ്റ്റേറ്റ് പറയുന്നത് തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ, അതായത് ഭയങ്കരമായിട്ടൊരു കടുത്ത സ്ട്രെസ്സിൽ കൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അൺഹാപ്പി ആയിരിക്കുന്ന അമ്മമാരാണ്, ഭയങ്കര സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന, എപ്പോഴും ഒരു സാഡ് ആയിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ആ അമ്മമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയായി പോകാനുള്ള ചാൻസ് ഉണ്ട്, പ്രിമച്വർ ആയി പോകാനുള്ള അല്ലെങ്കിൽ പ്രിമച്വർ ഡെലിവറിക്ക് അവിടെ ഒരു ചാൻസ് വരുന്നുണ്ട്. അതുപോലെ ലോ ബർത്ത് വെയ്റ്റ്സ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഇമോഷണൽ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മളുടെ ഫിസിക്കൽ ബോഡിയെയും ബാധിക്കുന്നുണ്ട്. സോ അതേപോലെ തന്നെ അമ്മയ്ക്കൊരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അതെന്ത് പറ്റും, കുഞ്ഞിന്റെ ബോഡി, കാരണം അമ്മയുടെ വയറ്റിനകത്താണ് കുഞ്ഞുള്ളത്, കുഞ്ഞിനൊരു ലോ ബർത്ത് വെയിറ്റ് ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഹൈപ്പർ ആക്റ്റീവും അതുപോലെ ഇറിറ്റബിൾ ഒക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഒരു ഇറഗുലർ ആയിട്ടുള്ള ഈറ്റിങ്, എക്സസീവ് ബവൽ മൂവ്മെന്റ്സ്, ഗ്യാസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, അതുപോലെ എക്സസീവ് ക്രൈയിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജനറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അമ്മയുടെ ഇമോഷണൽ സ്റ്റേറ്റും കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ബന്ധമുണ്ടെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എക്സ്പോഷർ ടു എക്സ്റേസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസ് എവിടെയെങ്കിലും വീഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ പൊട്ടലുണ്ട്, നമ്മുടെ എല്ല് പൊട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമുക്ക് അവിടെ എന്ത് വേണം, എക്സ്റേസ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ചെയ്ത് ഡോക്ടറിന്റെ അനുവാദത്തോടു കൂടി നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ, ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രിവെൻഷൻ ഒക്കെ എടുത്തിട്ടാണ് എക്സ്റേ ചെയ്യുന്നത്. അത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു എക്സ്റേ എക്സ്പോഷറിലേക്ക് പോകുമ്പോൾ, അതും ഏർലി കൺസെപ്ഷൻ സമയത്ത്, കൺസീവ് ആയി ഒരു 3 മാസം ആ ഒരു സമയത്തൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഹാംഫുൾ എഫക്റ്റ് ആയിട്ട് ബാധിക്കും. ഹാംഫുൾ എഫക്റ്റ് എങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഫിസിക്കലും മെന്റൽ ഡെവലപ്മെന്റും അതിലൊക്കെ ഒരു ഹാംഫുൾ ആയിട്ട് ബാധിക്കും എന്നുള്ള കാര്യമാണ്. സോ നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എക്സ്റേ ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യമാണെങ്കിൽ ഡോക്ടേഴ്സ് ഉറപ്പായിട്ടും ചോദിക്കും പ്രഗ്നന്റ് ആണോ അല്ലെങ്കിൽ കൺസീവ് ആകാനുള്ള പ്ലാൻ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അവിടെ ഒരു അൺവാണ്ടഡ് ആണ്, ഇപ്പോൾ ഒരു അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്റേ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത്രയും എടുത്തേ മതിയാവുള്ളൂ. നമുക്ക് ആ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാനായിട്ട് എക്സ്റേ അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഒരു പ്രഗ്നന്റ് ലേഡീസിലെ എക്സ്റേസ് അവർ എടുക്കുള്ളൂ. അങ്ങനെ മാത്രമേ ചെയ്യാനും പാടുള്ളൂ. ഡോക്ടർ അഡ്വൈസ് ചെയ്യാണ്ട് ഈ എക്സ്റേയുടെ എക്സ്പോഷർ ഒന്നും ആർക്ക് വരാൻ പാടില്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് വരാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ്സ് ആണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ അറിവില്ലാതെ ഇപ്പൊ തലവേദന വന്നു കഴിഞ്ഞാലും നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, വേണ്ടാത്ത പാരസിറ്റാമോൾ പോലുള്ള ഒരു മരുന്നുകൾ പോലും നമ്മൾ എടുക്കാറില്ല. അപ്പൊ ആന്റിബയോട്ടിക്സോ അതുപോലെ ഹോർമോണോ സ്റ്റിറോയിഡോ ഒന്നും നമ്മൾ ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എടുക്കാറില്ല. നോർമലി അത് എടുക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രഗ്സിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ലേഡീസ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രഗ്സ്. അപ്പോൾ ആ ഒരു മെഡിസിൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെ മെഡിസിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫീറ്റസിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ വയറ്റിലിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ അവർ ജനിച്ച് അവരുടെ കാര്യം കൊണ്ടല്ല, ഈ ഒരു അമ്മയുടെ കെയർലെസ്നെസ് കൊണ്ടാണ് വരുന്നത്. സോ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി സസ്പെക്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള ഡ്രഗ്സ് എടുക്കാൻ പാടില്ല. അതിൽ മെയിൻ ആയിട്ട് ആന്റിബയോട്ടിക്സ്, ഹോർമോൺസ്, സ്റ്റിറോയിഡ്സ് ആണ് എടുത്ത് പറയുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്താൽ ഗ്രോയിങ് ഫീറ്റസിന് എന്ത് പറ്റും, അബ്നോർമാലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന് ദോഷമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞ ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് ആണ്. ഇപ്പൊ പുക വലിക്കുന്നതും മദ്യപിക്കുന്നതും അതല്ലെങ്കിലും ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രഗ്നൻസി സമയത്ത് അത് ഒട്ടും ശരിയല്ല. അപ്പൊ അങ്ങനെ നമ്മൾ പ്രഗ്നന്റ് വുമൻസ് ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ഒരു ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ചാൻസിൽ ഈ ഒരു സിംറ്റംസിൽ അല്ലെങ്കിൽ ഒരു ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോമത്തിൽ വരുന്ന സിംറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിമച്വർ ബർത്ത്, സമയമാകാതെ, നമുക്കറിയാം ഒരു 280 days ആണ് ഒരു നോർമൽ പ്രഗ്നൻസിക്ക് ആവശ്യമായിട്ടുള്ള ദിവസം. അപ്പൊ അത്രയും ദിവസം കംപ്ലീറ്റ് ആകാതെ തന്നെ ഡെലിവറി ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലോങ് ടേം ആയിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ പ്രശ്നം, അതിനൊക്കെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സ്പോണ്ടേനിയസ് അബോർഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഡ്രിങ്ക് ചെയ്യുന്ന, സ്മോക്ക് ചെയ്യുന്ന പ്രഗ്നന്റ് ലേഡീസിന്റെ കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ, പ്രീമച്വർ ബർത്ത്, അബോർഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡ്രിങ്ക് ചെയ്യുന്ന, സ്മോക്ക് ചെയ്യുന്ന പ്രഗ്നന്റ് ലേഡീസിന്റെ ബ്ലഡ് കൊണ്ടുപോകുന്ന വെയിൻസ് ഉണ്ടല്ലോ, ആ വെയിൻസിന് എന്ത് പറ്റത്തില്ല, ഓക്സിജൻ സപ്ലൈ നോർമൽ ആയിട്ട് കുഞ്ഞിന്റെ ബോഡിയിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് അതെന്ത് പറ്റും, കുഞ്ഞിനെ അത് ദോഷമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഫെയിൻ എന്ന് പറയുന്ന സാധനം, കഫെയിൻ എന്ന് പറയുമ്പോൾ നമ്മളെ കോഫിയിൽ മാത്രമല്ല സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടക്കം കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കഫെയിന്റെ എക്സസീവ് ആയിട്ടുള്ള ഇൻടേക്ക് കൊണ്ടും നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, അബോർഷൻ, സ്റ്റിൽ ബർത്ത്, പ്രിമച്വർ ബർത്ത് എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങിലും നമുക്ക് ആൽക്കഹോളും അതുപോലെ നിക്കോട്ടിൻ സബ്സ്റ്റൻസ് മാത്രമല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ്, കഫെയിൻ കണ്ടന്റ് ഉള്ള ഏതൊരു ഡ്രിങ്ക് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് പറ്റും, കുഞ്ഞിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കും. നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്, പരിസ്ഥിതി മലിനീകരണം. അപ്പൊ നമുക്ക് തോന്നും പരിസ്ഥിതി മലിനീകരണവും കുഞ്ഞും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള കാര്യം. അപ്പൊ അവിടെ പറയുന്ന കാര്യം, എൻവയോൺമെന്റൽ പൊല്യൂഷനും എന്ത് ചെയ്യുന്നുണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ പ്രഗ്നന്റ് വുമൻ എന്ത് ചെയ്യും, അവര് ഈ ഒരു കാറിലൊക്കെ ഉള്ള ലെഡ് കണ്ടന്റ് എല്ലാം ശ്വസിക്കും. അതുപോലെ പെയിന്റ് ഫ്ലേക്കിംഗ്, നമ്മൾ ഭിത്തിയിലൊക്കെ അടിക്കുന്ന പെയിന്റ് ഫ്ലേക്കിംഗ്, പഴയ വോളിൽ നിന്നൊക്കെ പൊടിഞ്ഞു വീഴുന്ന പ്ലെയിൻ ഫ്ലേക്കിംഗ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇൻഹെയിൽ ചെയ്യും. റെസ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മെറ്റീരിയൽസ് എന്ത് പറ്റും, ബ്ലഡിൽ കലർന്നിട്ട് നേരെ കുഞ്ഞിന്റെ ബോഡിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് പ്രിമച്യൂരിറ്റി, ലോ ബർത്ത് വെയിറ്റ്, ബ്രെയിൻ ഡാമേജ്, സ്ലൈറ്റ്ലി പുവർ മെന്റൽ ഡെവലപ്മെന്റ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അപ്പൊ അത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ ഫിസിക്കൽ ഡിഫക്റ്റുകൾ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പൊല്യൂട്ടഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മാറിയിട്ട്
പ്രഗ്നന്റ് ആണ്, അപ്പൊ നമുക്കറിയണം നമ്മുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് ഇതൊക്കെ ദോഷമായിട്ട് ഭവിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അവിടെ നിന്നൊക്കെ മാറിയിട്ട് സേഫായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള പ്യുവർ ഓക്സിജൻ ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കല്ലേ, അപ്പൊ ആ ഒരു സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളെ തന്നെ മീൻസ് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വലിയ രീതിയിലുള്ള ദോഷങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമ്മളൊരു കോൺട്രവേഴ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ. നേച്ചർ നർച്ചർ കോൺട്രവേഴ്സി എന്നാണ് ആ കോൺട്രവേഴ്സിയെ പറഞ്ഞത്. അപ്പൊ നേച്ചർ മാത്രമാണ് അല്ലെങ്കിൽ ഹെറിഡിറ്റി മാത്രമാണ് ഒരു കുഞ്ഞിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കുന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. അടുത്ത ആൾക്കാർ പറയുന്നു എൻവയോൺമെന്റ് മാത്രമാണ് ഈ ഒരു ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കുന്നതെന്ന്. അവർ തമ്മിലുള്ള ആ ഒരു കോൺട്രവേഴ്സിയാണ് നമ്മൾ നേച്ചർ നർച്ചർ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ ഒരു ഹെറിഡിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹെറിഡിറ്റേറിയൻസ് പറയുന്ന ആർഗ്യുമെന്റ് ആണ് ആർഗ്യുമെന്റ് ഫോർ ഹെറിഡിറ്ററി. അപ്പൊ അവര് കുറച്ച് റിസർച്ചുകൾ ചെയ്യുവാണ്. ആ റിസർച്ച് ചെയ്യാനായിട്ട് അവർ ആരെയാണ് ചൂസ് ചെയ്യുന്നത്, ട്വിൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ട്വിൻസിനെ എടുത്തിട്ടാണ് അവർ ആ റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ ഒരു ട്വിൻസ് എടുക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അപ്പൊ ഐഡന്റിക്കൽ ട്വിൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരേ ക്രോമസോമൽ മെറ്റീരിയൽ ആയിരിക്കും, പക്ഷെ അവരുടെ എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇനി ഫ്രട്ടേണൽ ആണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും ആണ്. അപ്പോൾ ഈ ഒരു ട്വിൻസ് എടുക്കുന്ന കാര്യം ഹെറിഡിറ്റി രണ്ടുപേർക്കും സെയിം ആണെന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പൊ ആ ഒരു റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് അവര് രണ്ട് ട്വിൻസിനെയും രണ്ട് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ, കാരണം അവർക്ക് എന്ത് മതി, ഹെറിഡിറ്റി മാത്രം മതി, അത് രണ്ട് ട്വിൻസിന്റെയും ബോഡിക്കകത്തുണ്ട്. അപ്പൊ രണ്ട് ഡിഫറെന്റ് എൻവയോൺമെന്റിനകത്ത് കൊണ്ടുപോയി രണ്ടുപേരെയും രണ്ട് രീതിയിൽ വളർത്തുകയാണ്. രണ്ട് എൻവയോൺമെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വളർത്തുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യും, അവരിൽ ഉണ്ടാവുന്ന ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എല്ലാം പഠിച്ചിട്ട് ആ ഒരു രണ്ട് ഡിഫറെന്റ് എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഹെറിഡിറ്റി മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവരെന്തായിരിക്കും നോക്കുന്നത്, രണ്ടുപേരുടെയും ഗ്രോത്തും ഡെവലപ്മെന്റും നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഒരേപോലെ ആയിരിക്കും എന്ന് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഹെറിഡിറ്റി ആണ് സ്ട്രോങ്ങർ ദാൻ എൻവയോൺമെന്റ് എന്ന് അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഹെറിഡിറ്റിക്കാണ് ഈ പറയുന്ന ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് എന്ന് പറയുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ്സ് നമുക്ക് ഈ ഒരു ഹെറിഡിറ്റിയെ അവർ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാര്യമായിട്ട് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. അതിന് മാത്രം പഠിച്ചാൽ മതി, ജസ്റ്റ് എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഓരോ എക്സ്പെരിമെന്റ് ആയിട്ട് നോക്കാം. അപ്പോ ഒരുപാട് കോട്വിൻ റിസർച്ചുകളൊക്കെ നടത്തുകയാണ്. അപ്പൊ ഹെറിഡിറ്റേറിയന്റെ വ്യൂ പോയിന്റിലാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് പറയുന്നത് ന്യൂമാൻ, ഫ്രീമാൻ, ഹോൾസിംഗർ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഹൈ ഐക്യു ഉള്ള അവരല്ലെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസിന്റെ ഐക്യു ആണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു കോറിലേഷൻ ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് രണ്ട് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ കൊണ്ടുപോയിട്ട് ട്വിൻസിനെ റെയർ ചെയ്യാണ്, വളർത്തുകയാണ്. അപ്പൊ അവർ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ഐഡന്റിക്കൽ ട്വിൻസിന് എന്തായിരിക്കും, ഒരു ഐക്യു കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഐക്യു റിലേഷൻ രണ്ടുപേരുടെ ആ ഒരു ബുദ്ധി വളർച്ച അല്ലെങ്കിൽ അവരുടെ ബുദ്ധി നമ്മൾ പറയുമല്ലോ താരതമ്യം എന്ന് പറഞ്ഞത്, അത് രണ്ടും എന്തായിരിക്കും, രണ്ട് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ഐഡന്റിക്കൽ ട്വിൻസിന് കൂടുതലാണ്. എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, ഒരേ എൻവയോൺമെന്റിൽ ജീവിക്കുന്ന നോൺ ഐഡന്റിക്കൽ ട്വിൻസിനെ വെച്ചിട്ടാണ് നോക്കുന്നത്. അതായത് ഒരേ എൻവയോൺമെന്റിൽ വളർന്നു വരുന്ന നോൺ ഐഡന്റിക്കൽ ട്വിൻസിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ രണ്ട് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ഐഡന്റിക്കൽ ട്വിൻസിന് ഐക്യു എബിലിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത്, അവരുടെ കോറിലേഷൻ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ അവർ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, എൻവയോൺമെന്റിനേക്കാളും ഹെറിഡിറ്റി ആണ് അവിടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കുന്നതെന്നാണ് അവര് മനസ്സിലാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ അവര് അടുത്ത പറഞ്ഞു വെക്കുന്നത് എന്താണ്, ട്വിൻസ് ഒരുമിച്ച് വളർന്നു വരുന്ന ട്വിൻസിനെ വെച്ച് നോക്കുമ്പോൾ ഐഡന്റിക്കൽ ട്വിൻസിനാണ്, നമ്മൾ എൻവയോൺമെന്റ് ഒന്നും മാറ്റുന്നില്ല, ഒരേ എൻവയോൺമെന്റിൽ വളർന്നു വരുന്ന ട്വിൻസിനെ വെച്ച് നോക്കുമ്പോൾ ഐഡന്റിക്കൽ ട്വിൻസിനാണ് കൂടുതലും എന്നുള്ളത് ഹൈറ്റ്, വെയിറ്റ്, ഹാൻഡ് ലെങ്ത്, വിഡ്ത്ത് എല്ലാം ഒരേപോലെ വരുന്നത് നോൺ ഐഡന്റിക്കൽ ട്വിൻസിനേക്കാളും. അവിടെ അവരെന്താ സപ്പോർട്ട് ചെയ്തത്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കൊണ്ട്, ഹെറിഡിറ്റി കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഐഡന്റിക്കൽ ട്വിൻസിന് ഒരേപോലത്തെ ക്രോമസോമൽ കണ്ടന്റ് ഒക്കെ ആണല്ലോ, സോ ഹെറിഡിറ്റി ആണ് അവർക്ക് അതിനുള്ള എല്ലാം ഈ ഒരു ഹൈറ്റ്, വെയിറ്റ്, ഹാൻഡ് ലെങ്ത്, വിഡ്ത്ത് എല്ലാം പോസിബിൾ ആക്കുന്നതാണ് പറയുന്നത്. ഇനി ഷീൽഡ്, സ്ലാട്ടർ അവരുടെ എക്സ്പെരിമെന്റ് പ്രകാരം ഒരു
ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തിയപ്പോൾ കോറിലേഷൻ ഫൗണ്ട് ചെയ്ത് 40 പെയർ ഓഫ് ഐഡന്റിക്കൽ ട്വിൻസ്, 2 സ്ഥലങ്ങളിൽ വളർന്ന 40 പെയർ ഓഫ് ഐഡന്റിക്കൽ ട്വിൻസിനും എന്തായിരുന്നു IQ കോറിലേഷൻ ഒരുപോലെയാണ്. അതായത് അവർ 2 എൻവയോൺമെന്റലിലാണെങ്കിലും അവരുടെ IQ കോറിലേഷൻ ഒന്നാണ്. സോ അവരുടെ ഡെവലപ്മെന്റൽ, അതായത് മെന്റൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഹെറിഡിറ്റി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു എന്നാണ് ഈ ഇത്രയും സ്റ്റഡീസ് നടത്തി നിന്ന് അവർ പറഞ്ഞ് വെക്കുന്നത്. അപ്പൊ അവർ ഇത്രയും സ്റ്റഡീസ് നടത്തുമ്പോൾ എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടർ എന്ത് ചെയ്തു? ആർഗ്യുമെന്റ് ഫോർ എൻവയോൺമെന്റ് ചെയ്യുകയാണ്. അപ്പൊ എൻവയോൺമെന്റ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? ഹെറിഡിറ്റിക്ക് അല്ല, എൻവയോൺമെന്റിനാണ് കൂടുതലും ഈ പറയുന്ന ഡെവലപ്മെന്റിലാണെങ്കിലും ഗ്രോത്തിനാണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ അവരും എന്ത് ചെയ്തു? കുറച്ച് സ്റ്റഡീസ് എല്ലാം നടത്തുകയാണ്. അതിൽ ഫസ്റ്റ് സ്റ്റഡി ഇങ്ങനെയാണ്. 1920 സിംഗ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ഊൾഫ് ചിൽഡ്രനെ കണ്ടു. അവരുടെ കേസ് പറയാണ്. ഊൾഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അമല, കമല 2 ചിൽഡ്രൻസ് ആണ്. അവര് ഊൾഫ് ഡെന്നിലെ കുറുക്കന്മാരുടെ ഒരു ഗുഹയ്ക്കകത്ത് നിന്നാണ് ഈ 2 കുട്ടികളെയും കിട്ടുന്നത്. അപ്പൊ അവരെടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഊൾഫിന്റെ പോലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു സാധാരണ. കാരണം എന്താണ്? അവരെ വളർത്തിയത് ഊൾഫാണ്, അല്ലെങ്കിൽ അവർ ഊൾഫ് ഡെന്നിലാണ് വളർന്നത്. സോ ഈ അമലയ്ക്കും അതുപോലെ കമലയ്ക്കും എന്താണ്? ഊൾഫിന്റെ പോലത്തെ സ്വഭാവമായിരുന്നു കാണിച്ചിരുന്നത്. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുത്ത ഉടനെ എന്തു പറ്റി? ഇളയ കുട്ടിയായ അമല മരിച്ചുപോയി. പക്ഷേ അവർ ഹ്യൂമൻ എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ കമല എന്ത് ചെയ്തു? പ്രോഗ്രസ് ആയിട്ട് ആ ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽ വന്ന ആ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം കാണിച്ചു. പക്ഷെ പിന്നീട് മരിച്ചു പോവുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് അവരെന്താ പറയുന്നത്? ഹെറിഡിറ്റി ആണ് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എല്ലാം കാരണമെങ്കിൽ ഊൾഫ് ഡെന്നിൽ വളർന്നെങ്കിലും ഈ കുഞ്ഞുങ്ങള് മനുഷ്യ കുഞ്ഞുങ്ങളാണല്ലോ. സോ പാരന്റ്സിൻ്റെതായിട്ടുള്ള ഹെറിഡിറ്റി ആ സ്വഭാവങ്ങൾ കാണിക്കണമായിരുന്നു. പക്ഷെ പകരം അവരെന്താ കാണിച്ചത്? അവർ വളർന്ന സിറ്റുവേഷൻ എവിടെയായിരുന്നു? ഊൾഫ് ഡെന്നിലാണ്. അപ്പൊ ഊൾഫിന്റെ ക്യാരക്ടർ കാണിച്ചു എന്നാണ് ഈ ഒരു കാര്യത്തിലൂടെ ഈ ഒരു എൻവയോൺമെന്റലിസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. ഇനി അതേപോലെ 1938 ഒരു കുഞ്ഞിനെ കിട്ടുകയാണ്. കുഞ്ഞിന്റെ പേര് അന്ന എന്നാണ്. ഈ കുഞ്ഞിനെ ഒരു ഓൾഡ് ചെയറില് ഇരുത്തിയ രീതിയിൽ ഒരു എന്താണ് ഇറുകിയ ഒരു മുറി, സെക്ലൂഡഡ് റൂമിനകത്ത് നിന്നാണ് ഈ കുഞ്ഞിനെ കിട്ടുന്നത്. അപ്പൊ ഈ കുഞ്ഞൊരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ആയിരുന്നു. അപ്പൊ ഈ കുഞ്ഞിനെ കണ്ടു കിട്ടുന്ന സമയത്ത് ഈ കുഞ്ഞിന് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സോ നടക്കാനോ അതുപോലെ സംസാരിക്കാനോ ഉള്ള ഒരു പ്രാപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ സമയത്ത് ആ കുഞ്ഞിനെ കണ്ടുകിട്ടി എടുത്ത് ഹ്യൂമൻസിന്റെ കൂടെ കൊണ്ടുവന്ന് വളർത്തിയതിനു ശേഷം കുഞ്ഞിന് നന്നായിട്ട് സ്പൂൺ പിടിക്കാനായിട്ട് പറ്റി, അതുപോലെ സംസാരിക്കാൻ പറ്റി. പക്ഷെ പിന്നീട് 10 വയസ്സായപ്പോൾ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് അവരെന്താ പറഞ്ഞു വയ്ക്കുന്നത്? ഹെറിഡിറ്റി ആയിരുന്നു ഇമ്പോർട്ടൻസ്, ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെറിഡിറ്റി ആയിരുന്നു സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എന്തായിരിക്കണമായിരുന്നു? അച്ഛൻ്റെ അമ്മയും ഇല്ലെജിറ്റിമേറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പാരന്റ്സ് മനുഷ്യരാണല്ലോ. സോ അവരുടെ ഫാക്ടേഴ്സ് ആണല്ലോ. മനുഷ്യരെന്താണ്? ആ അച്ഛനും അമ്മയും എന്തായാലും ആഹാരം കൈകൊണ്ട് ചവച്ച് കഴിക്കുന്നവരും സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ സംസാരിക്കാത്തവരോ അതെന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാരും നടക്കുന്ന ആൾക്കാരും ഒക്കെ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ. സോ ആ ഒരു സ്വഭാവം കാണിക്കണമായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. പകരം എന്താ പറ്റിയത്? ഈ കുഞ്ഞിനെ എങ്ങനെയാണോ എൻവയോൺമെന്റൽ കണ്ടീഷൻ എങ്ങനെയായിരുന്നോ അതിനനുസരിച്ച് ആ കുഞ്ഞ് മാറുകയാണ് ചെയ്തത്. സോ ഇവര് പറഞ്ഞത് എന്താണ്? എങ്ങനത്തെ എൻവയോൺമെന്റ് ആണോ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതിനനുസരിച്ച് എന്ത് പറ്റും? അവരുടെ ക്യാരക്ടേഴ്സ് മാറും. പക്ഷെ നമ്മളത് എന്താ മനസ്സിലാക്കേണ്ടത്? ഹെറിഡിറ്റിക്കും എൻവയോൺമെന്റിനും ഡെവലപ്മെന്റിനും ഗ്രോത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെറിഡിറ്റി നമുക്കൊരു പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് തരുന്നു. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇതൊരു കമ്പയർ ചെയ്യേണ്ടത് ഒരു മണ്ണും അതുപോലെ ചെടിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ നല്ല വളക്കൂറുള്ള മണ്ണില് നമ്മളൊരു പൊട്ട സീഡ് കൊണ്ടിടുകയാണ്. ആ സീഡിന് ഗുണമൊന്നുമില്ല, കൊണ്ടിടുകയാണ്. എന്നിട്ട് ഡെയിലി നമ്മൾ ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ കെയറിങ്ങും കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? ആ സീഡ് പൊട്ടയാ, അതുകൊണ്ട് അതെന്ത് ചെയ്യത്തില്ല? ഒരു ചെടിയായിട്ട് മുളച്ച് വരത്തില്ല. ഇനി അതേ സമയത്ത് നമ്മൾ ഒരു നല്ലൊരു വിത്തിനെ എടുത്തിട്ട് ഒരു മോശമായിട്ടുള്ള ഒരു ചെടി അല്ലെങ്കിൽ ഒരു ഫുൾ കെമിക്കൽ ഫുൾ സിമെന്റ് ഒക്കെ പുരണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് നമ്മൾ മുളപ്പിക്കാൻ നോക്കി അത് മുളയ്ക്കോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് രണ്ടും സപ്പോർട്ട് ചെയ്ത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നോർമലായിട്ട് നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഗ്രോത്തും ഡെവലപ്മെന്റും ചെയ്ത് വരാൻ പറ്റും. ഏതെങ്കിലും ഒരു ഫാക്ടർ അവിടെ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്ത് പറ്റും? ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഹെറിഡിറ്റിക്കും എൻവയോൺമെന്റിനും
രണ്ടിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഓരോ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ആ കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ത് ചെയ്യും? ഹെറിഡിറ്റി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അമ്മയെ പോലെ ഇരിക്കുന്നു, അച്ഛനെ പോലെ ഇരിക്കുന്നു, അപ്പൂപ്പനെ പോലെ ഇരിക്കുന്നു, അമ്മാവനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയാൻ കാര്യം നമുക്ക് എവിടെ നിന്നാണോ നമ്മുടെ ജീൻസ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത് അതനുസരിച്ച് എന്ത് പറ്റും? നമ്മളെ കാണാനുള്ള നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാറിയിരിക്കും. ചിലപ്പോൾ പറയാറുണ്ട്, ഓ അച്ഛൻ്റെ അതേ മൂക്ക് പറിച്ചു വെച്ചേക്കുന്നു, അമ്മയുടെ അതേ കണ്ണ് തന്നെ, അല്ലെങ്കിൽ അപ്പൂപ്പന്റെ അതേ മൂക്ക് തന്നെ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. സോ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എപ്പോഴും ഹെറിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴാണ്? എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ വരുന്നു, ആ സമയത്ത് സർജറി ഒക്കെ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ ജനിക്കുന്ന സമയത്ത് നമുക്ക് നോർമലായിട്ട് എന്താണോ കിട്ടിയേക്കുന്നത് അത് എപ്പോഴും എന്തായിരിക്കും? നമുക്ക് നമ്മുടെ ഹെറിഡിറ്റി എവിടെ നിന്നാണ്, അച്ഛൻ്റെന്നോ അമ്മയുടെന്നോ അപ്പൂപ്പൻ്റെന്നോ അമ്മൂമ്മയുടെന്നോ എവിടെ നിന്നാണെങ്കിലും നമ്മളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ നിന്ന് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കളർ ഓഫ് പേഴ്സൺസ് ഐസ്, ദ ഷേപ്പ് ഓഫ് നോസ്, പിഗ്മെന്റേഷൻ ഓഫ് ദ സ്കിൻ, അതുപോലെ നേച്ചർ ഓഫ് ഹിസ് ഹെയർ എക്സെട്ര, ഇതെല്ലാം എന്താണ്? ഹെറിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് അനാട്ടോമിക്കൽ ട്രേറ്റ്സ് ആണ്. അപ്പൊ അതിനകത്ത് ബോഡി ഫോം ആൻഡ് സ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഹൈറ്റ്, വെയിറ്റ്, ഹാൻഡ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്, ഇതെല്ലാം ഹെറിഡിറ്റിയും എൻവയോൺമെന്റും രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബോഡി ഫോം, സ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഹൈറ്റ്, വെയിറ്റ്, നമ്മൾ സാധാരണ പറയാറുണ്ട് അച്ഛന്റെ പൊക്കം അതേപോലെ കിട്ടി, അമ്മയുടെ പൊക്കം ആയിപ്പോയി, അല്ലെങ്കിൽ ഓ അവൻ അപ്പൂപ്പന്റെ കഷണ്ടിയാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ അപ്പൂപ്പന്റെ ഹാൻഡ് ലെങ്ത്, അപ്പൂപ്പന്റെ പോലത്തെ കൈക്ക് നീട്ടം കിട്ടി, വിട്ട് കിട്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഹെറിഡിറ്റി ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ന്യൂട്രീഷനും ഹെൽത്ത് കെയറും ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു നോർമൽ ആയിട്ടൊരു ബോഡി, അധികം വണ്ണം വയ്ക്കാത്ത ശരീരപ്രകൃതം ഉള്ളവരാണ് വീട്ടുകാർ. അപ്പൊ കുഞ്ഞും ഉറപ്പായിട്ടും ആ ഒരു ഹെറിഡിറ്റി പ്രകാരം അങ്ങനെ ആയിരിക്കണം വരേണ്ടത്. പക്ഷെ ആ കുഞ്ഞ് അവിടെ നിന്ന് മാറിയിട്ട് നല്ല രീതിയിൽ ന്യൂട്രീഷൻ, നല്ല രീതിയിലുള്ള ഫുഡൊക്കെ അടിക്കുകയാണ്, അതുപോലെ ഹെൽത്ത് കെയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, കുറച്ച് വണ്ണമൊക്കെ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതൊരു അപ്പർ ലിമിറ്റ് ആണ്. നമ്മുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെറിഡിറ്റി ആണ് തീരുമാനിച്ചത് ഇത്ര മതി എന്നുള്ള കാര്യം. അപ്പർ ലിമിറ്റ് എന്താണ്? നമുക്ക് നല്ല ഫുഡൊക്കെ അടിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ ഹെൽത്ത് കെയർ ഒക്കെ അവൈലബിൾ ആണ്. സോ അവിടെ എന്താണ്? നമ്മൾ അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടെ മാറി. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു അനാട്ടമിക്കൽ ട്രൈറ്റ്സ്, അതായത് നമ്മുടെ ബോഡി ഫോം, സ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് വേണം പറയാനായിട്ട്. പ്യുവർലി നമുക്ക് അങ്ങ് ഹെറിഡിറ്റിയെ വെച്ച് കൊടുക്കാൻ പറ്റില്ല, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫിസിയോളജിക്കൽ ട്രൈറ്റ്സ് ആണ്. ഫിസിയോളജിക്കൽ ട്രൈറ്റ്സിനകത്ത് എന്താണ്? കൂടുതലും എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ആണ് വരുന്നത്. അതായത് ബ്ലഡ് പ്രഷർ, പൾസ് റേറ്റ്, ജനറ്റിക് ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ബ്ലഡ് പ്രഷർ, പൾസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അളവില്ലാതെ ശ്രദ്ധിക്കാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പൾസ് റേറ്റ് കൂടും, എപ്പോഴും ഒരു ഹാർട്ട് ബീറ്റ് കൂടിയ രീതിയിലായിരിക്കും കാണുന്നത്. അതുപോലെ ഇപ്പം ഓട്ടമൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലി എപ്പോഴും വിശ്രമമില്ലാത്ത ജോലിയാണെന്നുണ്ടെങ്കിലും ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻ വരാം. സോ ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് വരുമ്പോഴത്തേക്ക് അവിടെ കൂടുതലും ഈ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സും വരാം. അപ്പൂപ്പന്മാരാർക്ക് BP ഉള്ള ആൾക്കാരാണെങ്കിൽ BP വരാം, ഓക്കെ, അങ്ങനെയും വരാം. അതാണ് ഫിസിയോളജിക്കൽ ട്രേറ്റ്സിൽ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ഐഡന്റിക്കൽ ട്വിൻസിന്റെ കാര്യത്തിലും അതുപോലെ നോൺ ഐഡന്റിക്കൽ ട്വിൻസിന്റെ കാര്യത്തിലും ഈ ഒരു ഫിസിയോളജിക്കൽ ട്രേറ്റ്സിന്റെ ഒരു പഠനം നടത്തിയ സമയത്ത് ബ്രീത്തിങ് റേറ്റ്, ബ്ലഡ് പ്രഷർ, സലൈവേഷൻ, പെർസ്പിറേഷൻ എല്ലാം എന്തായിരുന്നു? സിമിലർ ആയിരുന്നു. അവർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അവർ ഒരേപോലെ ആയിരിക്കും ആ ഒരു ബ്രീത്തിങ് റേറ്റും ബ്ലഡ് പ്രഷർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരു സ്റ്റഡീസും നടന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് ഏജ് ഓഫ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആണ്. ഫസ്റ്റ് മെൻസ്ട്രേഷന്റെ ഏജ് സാധാരണ രീതിയിൽ അമ്മയ്ക്ക് എപ്പോഴാണോ ആ ഒരു ഫസ്റ്റ് മെൻസ്ട്രേഷൻ വരുന്നത് അതേ സമയത്ത് തന്നെ മോക്കും ആ ഒരു മെൻസ്ട്രേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും ഒരു ഹെറിഡിറ്ററി ആയിട്ടായിരിക്കും ആ ഒരു ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഒക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കത് അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയാണെങ്കിലും അതുപോലെ നമ്മൾ ഏർപ്പെടുന്ന എക്സസൈസ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു ഫസ്റ്റ് മെൻസ്ട്രേഷൻ അമ്മയ്ക്ക് 15 വയസ്സാണെങ്കിൽ കുഞ്ഞിന് ചിലപ്പോൾ 10 വയസ്സിലൊക്കെ ആകുന്ന കണ്ടീഷൻസ് ഇപ്പം അറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ ഈ ഒരു ഫസ്റ്റ് മെൻസ്ട്രേഷൻ പറയുമ്പോഴത്തേക്ക് ഒരു ഹെറിഡിറ്ററി ഫാക്ടർ ആയിട്ടാണ് പറഞ്ഞത്. അമ്മയ്ക്ക് 12 വയസ്സാണെങ്കിൽ കുഞ്ഞിനും 12 വയസ്സിലായിരിക്കും ആകുന്നത്, അല്ലെങ്കിൽ 15 ആണെങ്കിൽ 15, അങ്ങനെ ആയിരിക്കും ആ ഒരു ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഒക്കെ അറിയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലോങ്ങിവിറ്റി ആണ്. ഇപ്പൊ ലോങ്ങിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു, നമ്മുടെ ആ ഒരു ആയുർദൈർഘ്യം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ബോത്ത് ജനറ്റിക് അതുപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ 90-95 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നു. അച്ഛനിലേക്ക് വരുമ്പോൾ അതൊരു 80-85 വയസ്സാവും. നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, നമ്മൾ ജങ്ക് ഫുഡ്സും അതുപോലെ പ്രോപ്പറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ഒന്നും ചെയ്യാതെ വന്നാൽ എന്ത് പറ്റും? നമ്മുടെ ലോങ്ങിവിറ്റി കുറഞ്ഞു പോകും. സോ അവിടെ ജനറ്റിക് ആയിട്ടും എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഈ ലോങ്ങിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ് മോട്ടോർ എബിലിറ്റി ആണ്. മോട്ടോർ എബിലിറ്റി പറയുമ്പോൾ കൂടുതലും ഹെറിഡിറ്റിക്ക് ആണ് അവിടെ ഒരു ഇമ്പോർട്ടൻസ് എൻവയോൺമെന്റിനെക്കാളും. മോട്ടോർ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക, നമ്മളുടെ മസിൽ മൂവ്മെന്റ്സ്, ഓടുക ചാടുക പോലുള്ള പ്രവർത്തികൾ, അതുപോലെ നമ്മളുടെ ഒരു ലൊക്കോമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് മോട്ടോർ എബിലിറ്റി പറയുന്നത്. അത് പ്യുവർലി പറയുന്നത് എന്താണ്? ഹെറിഡിറ്ററി ആണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെക്കാളും കൂടുതൽ ഹെറിഡിറ്റിക്കാണ് അവരുടെ റോള് കൂടുതൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫിസിക്കൽ ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് ഡിസീസിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, ഹീമോഫീലിയ, വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഡിഫക്ട്സ്, ഇതിലെല്ലാം ഹെറിഡിറ്റിക്ക് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതിൽ തന്നെ ഹീമോഫീലിയ എന്ന് പറയുന്ന ഡിസീസ്, ബ്ലീഡിംഗ് ഡിസോർഡർ എന്ന് വിളിക്കുന്ന ഹീമോഫീലിയ, എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറെ ബ്ലീഡിംഗ് ഉണ്ടായി ബ്ലഡ് ലോസ് വന്നിട്ടായിരിക്കും നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അതുപോലെ വിഷ്വൽ ഹിയറിംഗ് ഡിഫക്റ്റ് ഒക്കെ ആണെങ്കിലും കൂടുതലും എന്താണ്? ഹെറിഡിറ്റി ആണ്. ഇപ്പോൾ പാരന്റ്സിനുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളിലേക്ക് ഇൻഹെറിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പറയുന്നത് ഡിസീസ് ലൈക്ക് ക്യാൻസർ ആൻഡ് അൾസർ ആണ്. അപ്പൊ അതൊരു കോംപ്ലക്സ് കോമ്പിനേഷൻ ആണ്. ഹെറിഡിറ്ററി കൊണ്ടും വരാം, എൻവയോൺമെന്റൽ ഫാക്ടറും കൊണ്ടുവരാം, രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചും വരാം. സോ ഇപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അമ്മയ്ക്കോ അച്ഛനോ ക്യാൻസർ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അൾസറിന്റെ കണ്ടീഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ. എൻവയോൺമെന്റിലാണെങ്കിൽ നമ്മൾ കൂടുതലും ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് പറ്റും? ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫുഡൊന്നും കഴിക്കാതെ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ ഒന്നും നമ്മൾ നോക്കാതിരുന്നാൽ അൾസർ വരാനുള്ള ചാൻസും ഉണ്ട്. സോ ക്യാൻസർ, അൾസർ പോലുള്ള അസുഖങ്ങൾക്ക് കോമ്പിനേഷൻ ആണ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കോമ്പിനേഷൻ ചെയ്താണ് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്ന മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ സ്റ്റഡീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു പേഴ്സൺ സ്കീസോഫ്രീനിക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡിസോർഡർ അങ്ങോട്ട് അടുത്തേക്ക് പാസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് ആ ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു ഹെറിഡിറ്ററി ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഡീസ് നടത്താനായിട്ട് നമ്മൾ ആരെയാണ് എടുക്കുന്നത്? ട്വിൻസിനെ, നോൺ ഐഡന്റിക്കൽ ട്വിൻസിനെയാണ്, അതുപോലെ ഐഡന്റിക്കൽ ട്വിൻസിനെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡീസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ നടത്തിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം ഈ ഒരു ചൈൽഡിന്റെ ഇന്റലക്ച്വൽ പെർഫോമൻസിനെ തടസ്സപ്പെടുത്താനുണ്ടെങ്കിലും ആ ഒരു ഇൻഹെറിറ്റ് ചെയ്തേക്കുന്ന പൊട്ടൻഷ്യൽ കൊണ്ടിട്ട് അത് ലിമിറ്റ് ആയി പോയി എന്നുള്ള കാര്യമാണ്. അതായത് ആ ഒരു നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കൂടുതലും ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പേഴ്സണാലിറ്റി ആണ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ്, നെർവസ് സിസ്റ്റം, ഗ്ലാൻസ്, ഓർഗൻസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി എല്ലാം ഉണ്ടാവും അല്ലേ? പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിനിങ്ങിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അതായത് ചില കുഞ്ഞുങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രായത്തിൽ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. അത് ആ ഒരു പ്രായത്തിൽ എക്സിബിറ്റ് ചെയ്യാണ്ട് വേറൊരു പ്രായത്തിൽ എക്സിബിറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രോബ്ലം ബിഹേവിയർ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? കൗൺസിലിംഗിനേറ്റൊക്കെ കൊണ്ടുപോവുക. അപ്പൊ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത് വഴി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്ത് നന്നാക്കി എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പൊ ആ നന്നാക്കി എടുക്കുക മീൻസ് എന്താണ്? അതൊരു എൻവയോൺമെന്റൽ ഫാക്ടർ, എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ഹെറിഡിറ്ററി ഫാക്ടർ അല്ല. സോ ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് ഹോമിൽ നിന്ന് മാത്രം ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന മാത്രമല്ല, ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുഡ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അയാളുടെ മാത്രമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അവിടെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, അതുപോലെ പേഴ്സണാലിറ്റിയിൽ കൊടുക്കുന്ന ഒരു വാല്യൂസ് എല്ലാം വരുന്നുണ്ട്. സോ അതെല്ലാം നമ്മളുടെ ഒരു സംസ്കാരത്തിൽ നിന്നുമൊക്കെ വരുന്നതാണ്. അപ്പോൾ ഒരു ഏരിയ ഓഫ് പേഴ്സണാലിറ്റി വരുമ്പോൾ ഹെറിഡിറ്ററി അല്ല, കൂടുതലായിട്ട് നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടറാണ് അവിടെ ബന്ധപ്പെടുത്തി നിൽക്കുന്നത്. അവിടെ ഹെറിഡിറ്ററിക്ക് വലിയ റോളൊന്നും ഇല്ല. ചിലപ്പോൾ ഹെറിഡിറ്ററി നമ്മൾ അച്ഛന് ദേഷ്യമാണ്, അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര സൗമ്യ സ്വഭാവമാണ്, ആ ഒരു സൗമ്യ സ്വഭാവം അല്ലെങ്കിൽ ആ ദേഷ്യ സ്വഭാവം നമ്മളിലേക്ക് വരും.
പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ട്രെയിൻ ചെയ്ത് നന്നാക്കി എടുക്കാം. ദേഷ്യമാണെങ്കിൽ ദേഷ്യം കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അച്ഛന്റെ സൗമ്യ സ്വഭാവമാണ്, അച്ഛൻ ആരുടെ അങ്ങനെ ഭയങ്കര മോശമായിട്ടോ സ്വഭാവം അല്ല, നമുക്ക് അത് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ ഹെറിഡിറ്ററി മാറ്റി നിർത്തിയിട്ട് എൻവയോൺമെന്റ് ആണ് കൂടുതലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് മെറ്റേണൽ ഹെൽത്ത് considered an important factor for the growth and development of a child? ഒരു കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും മെറ്റേണൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള റീസൺ എന്താണ്? Option A, it only affects the mother's health, not the child. Option B, the fetus gets nourishment from mother's diet which impacts its growth. Option C, maternal health has no impact on fetal development. Option D, the fetus develop independently of the mother's health. അപ്പം എന്തുകൊണ്ടാണ്? ഒരു കുഞ്ഞിന് അമ്മയുടെ ഡയറ്റിൽ നിന്നുമാണ് നറിഷ്മെന്റ്, ന്യൂട്രിയൻസും എല്ലാം കിട്ടുന്നത്. ആ ഒരു ന്യൂട്രിയൻസ് എല്ലാം വെച്ചുകൊണ്ടാണ് കുഞ്ഞ് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് ദി പ്ലാസെന്റ പ്ലേ ഡ്യൂറിംഗ് പ്രഗ്നൻസി? പ്രഗ്നൻസിയിൽ പ്ലാസെന്റ എന്ത് റോൾ ചെയ്യുന്നു? Option A, it has no significant function. Option B, it provides nutrients directly to the fetus. Option C, it acts as a barrier against some harmful agents like viruses and chemicals. Option D, it only helps in waste removal. അപ്പോൾ പ്ലാസെന്റ എന്ത് റോൾ ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ സി ആണ്. ഇറ്റ് ആക്ട് ആസ് എ ബാരിയർ അഗെയിൻസ്റ്റ് സം ഹാംഫുൾ ഏജൻസ് ലൈക്ക് വൈറസസ് ആൻഡ് കെമിക്കൽസ്. വൈറസ്, കെമിക്കൽസ്, മൈക്രോ ഓർഗാനിസംസ് പോലുള്ള ഹാംഫുൾ ഏജൻസിന്റെ ഒക്കെ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഓർഗൻ ആണ് പ്ലസെന്റ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ വുമൺ ഓവർ ദി ഏജ് ഓഫ് 40 അറ്റ് ഹയർ റിസ്ക് ഓഫ് പ്രഗ്നൻസി? എന്തുകൊണ്ടാണ് നമ്മുടെ 40 വയസ്സിന് മുകളിലേക്കുള്ള വുമൻസ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയാനുള്ള റീസൺ? ഓപ്ഷൻ എ, they have fully matured reproductive systems. Option B, they are more likely to have children with chromosomal abnormalities. Option C, they produce more hormones needed for reproduction. Option D, they are less likely to have complications during pregnancies. എന്തുകൊണ്ടാ? ഓപ്ഷൻ ബി ആണ്. they are more likely to have children with the chromosomal abnormalities. സോ 40 വയസ്സിന് എബോവ് ഒക്കെ ആണെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് മദേഴ്സ് ഹു ആർ ലെസ് ദാൻ 17 ഇയേഴ്സ് ഓഫ് ഏജ്? 17 വയസ്സിൽ താഴെയുള്ള മദേഴ്സിന്റെ ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് റിസ്ക് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഓപ്ഷൻ എ, their hormones required for reproduction are not optimum levels. Option B, they are at low risk of pregnancy complications. Option C, their reproductive systems are fully mature. Option D, they have the same reproductive maturity as older women. അപ്പോൾ ഈ 17 വയസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 17 വയസ്സിൽ ബിലോ ആവുമ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഫുള്ളി ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തുന്നില്ല. അതുപോലെ നമ്മുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹോർമോൺസ് ഒന്നും ഒപ്റ്റിമം ലെവലിലേക്ക് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? അഫക്റ്റ് ചെയ്യും. ആരെ അഫക്റ്റ് ചെയ്യും? അവരുടെ ബോഡി ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യും, കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെയും അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ മദേഴ്സ് ഇമോഷണൽ സ്റ്റേറ്റ് അഫക്ട് അൺബോൺ ചൈൽഡ്? ഒരു കുഞ്ഞിനെ, ഒരു വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയുടെ ഇമോഷണൽ സ്റ്റേറ്റ് എങ്ങനെ അഫക്റ്റ് ചെയ്യും? ഓപ്ഷൻ എ, ഇറ്റ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ ദി ചൈൽഡ്സ് ഡെവലപ്മെന്റ്. ഓപ്ഷൻ ബി, ഇമോഷൻസ് ലൈക്ക് റേജ്, ഫിയർ ആൻഡ് ആങ്സൈറ്റി ക്യാൻ റിലീസ് കെമിക്കൽസ് ഇൻ ടു ദി മദേഴ്സ് ബ്ലഡ് സ്ട്രീം അഫക്റ്റിംഗ് ദ ഫീറ്റസ്. ഓപ്ഷൻ സി, ഓൺലി ഫിസിക്കൽ സ്ട്രെസ് അഫക്ട്സ് ദ ഫീറ്റസ്. ഓപ്ഷൻ ഡി, പോസിറ്റീവ് ഇമോഷൻസ് ഓൾവേസ് ലീഡ് ടു കോംപ്ലിക്കേഷൻസ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓരോ ഇമോഷൻസ്, അമ്മ ഭയങ്കരമായിട്ട് ഇമോഷണലി അൺസ്റ്റേബിൾ ആവുന്ന സമയത്ത് കുഞ്ഞിനെയും അത് ബാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഡ്രഗ് യൂസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി? പ്രഗ്നൻസി സമയത്ത് ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രഗ് യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഓപ്ഷൻ എ, ഓൾ ഡ്രഗ്സ് ആർ സേഫ് ടു ടേക്ക് ഡ്യൂറിംഗ് പ്രഗ്നൻസി. ഓപ്ഷൻ ബി, സം ഡ്രഗ്സ് യൂസിംഗ് including certain antibiotics, hormones and steroids can produce birth defects if taken during pregnancy. Option C, drugs have no impact on the unborn child. Option D, over the counter drugs are always safe during pregnancy. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അൺസേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒന്നും എടുക്കാൻ പാടില്ല. അത്രയും അത്യാവശ്യമാണെങ്കിൽ ഡോക്ടറിന്റെ കൺസൾട്ടേഷനോട് കൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതിൽ തന്നെ പറഞ്ഞുകൊണ്ട് ചില ഡ്രഗ്സ് ലൈക്ക് ആന്റിബയോട്ടിക്സ്, ഹോർമോൺസ് ആൻഡ് സ്റ്റിറോയിഡ്സ് എല്ലാം എന്ത് പറ്റും? കുഞ്ഞുങ്ങളിലെ ബർത്ത് ഡിഫക്റ്റ് കോസ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് ആൻസർ.
Next question, what are some of the potential effect of an infant if the mother is upset or unhappy during pregnancy? അപ്പോൾ പ്രഗ്നൻസി സമയത്ത് മദർ അൺഹാപ്പി ആണ്, അപ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ, ദ ഇൻഫാന്റ് മേ എക്സ്പീരിയൻസ് ഇറഗുലർ ഈറ്റിംഗ്, എക്സസീവ് ബവൽ മൂവ്മെന്റ്സ്, സ്ലീപ് ഡിസ്റ്റർബൻസ് ആൻഡ് എക്സസീവ് ക്രൈയിങ്. ഓപ്ഷൻ ബി, ദ ഇൻഫന്റ് വിൽ ഹാവ് എ ഹയർ ബർത്ത് വെയിറ്റ്. ഓപ്ഷൻ സി, ദ ഇൻഫന്റ് വിൽ ബി അൺഅഫക്റ്റഡ് by the mother's emotion. Option D, the infant will develop faster than usual. ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്കറിയാവുന്ന ആൻസർ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദ പ്ലസന്റ ഓൺലി പ്രൊവൈഡ്സ് നറിഷ്മെന്റ് ടു ദ ഫീറ്റസ് ആൻഡ് ഡസ് നോട്ട് ആക്ട് ആസ് ബാരിയർ അഗെയിൻസ്റ്റ് ഹാംഫുൾ ഏജൻസ്. അപ്പൊ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ് മാത്രമേ കൊടുക്കുള്ളൂ, അതുപോലെ എന്താണ്, ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, മെറ്റേണൽ ഏജ് ഡസ് നോട്ട് ഹാവ് എനി ഇമ്പാക്ട് ഓൺ ഫീറ്റൽ ഡെവലപ്മെന്റ്. മെറ്റേണൽ ഏജിന് എന്തുണ്ട്? ഫീറ്റൽ ഡെവലപ്മെന്റിൽ ഇമ്പാക്ട് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മദർ ഡ്യൂറിംഗ് പ്രഗ്നൻസി ക്യാൻ ഇൻഫ്ലുവൻസ് ദി ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് ഓഫ് ദി ചൈൽഡ്. സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി, ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വീണ്ടും നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോണ്ട്, ഇപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് തോന്നും. കാരണം നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഉടനെ നമ്മൾ എഴുതുന്ന എക്സാംസ് ഒക്കെയാണ്, അല്ലെങ്കിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എളുപ്പം തോന്നും. പക്ഷെ വേറെ എല്ലാ സബ്ജക്റ്റും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരും. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് വായിക്കുമ്പോൾ തറവായിട്ട് വായിക്കുക. നോട്ട് പഠിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് വെറുതെ പഠിക്കുക, കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്. മനസ്സിലാക്കി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, എക്സ്പോഷർ ടു എക്സ്റേസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഈസ് സേഫ്, ഹാസ് നോ എഫക്ട് ഓൺ ദി ഫീറ്റസ്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് എക്സ്റേസ് എന്താണ്? സേഫ് അല്ല, അൺസേഫ് ആണ്. പക്ഷേ നമ്മൾ എന്ത് വേണം പറയാനായിട്ട്? ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു എക്സ്റേ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റേ എടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്റേസ് അൺസേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിന് എഫക്റ്റ് ഉണ്ട്, ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും എഫക്റ്റ് ഉണ്ട്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, സർട്ടൺ ഡ്രഗ്സ് ടേക്കൺ ഡ്യൂറിംഗ് പ്രഗ്നൻസി ക്യാൻ ലീഡ് ടു ബർത്ത് ഡിഫക്ട്. ചില ഡ്രഗുകൾ നമ്മൾ പ്രഗ്നന്റ് സമയത്ത് എടുത്താൽ ബർത്ത് ഡിഫക്റ്റിനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പ്രോപ്പർ ഹൈജീൻ ഇൻക്ലൂഡിംഗ് റെഗുലർ ബാത്ത് ആൻഡ് ക്ലീനിങ് ഓഫ് ടീത്ത്, ഹെയർ, നെയിൽ, നോസ് ആൻഡ് ഐസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് ദി മദർ ആൻഡ് ചൈൽഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. അപ്പോൾ നമ്മൾ ന്യൂട്രീഷനും ഹെൽത്തും മാത്രം നോക്കിയാൽ പോരാ, പ്രോപ്പർ ഹൈജീനും പ്രഗ്നൻസി സമയത്ത് നോക്കണം. അതും കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് ബിയും സിയും ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പൊട്ടൻഷ്യൽ കോൺസിക്വൻസ് ഓഫ് ഡ്രിങ്കിങ് ആൽക്കഹോൾ ഡ്യൂറിംഗ് പ്രഗ്നൻസി? പ്രഗ്നൻസി സമയത്ത് ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്താലായിട്ട് വരുന്ന ഒരു പൊട്ടൻഷ്യൽ സീക്വൻസ് എന്താണെന്നാണ്. ഓപ്ഷൻ എ, ഇംപ്രൂവ്ഡ് പ്രീനേറ്റൽ ഗ്രോത്ത്. ഓപ്ഷൻ ബി, ഇൻക്രീസ്ഡ് ബർത്ത് വെയിറ്റ്. ഓപ്ഷൻ സി, ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഇൻക്ലൂഡിംഗ് റിട്ടാർഡഡ് ഗ്രോത്ത്, മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് ഫിസിക്കൽ മാൽഫോർമേഷൻസ്. ഓപ്ഷൻ ഡി, എൻഹാൻസ്ഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. Next question, which of the following substance is likely to cause abortion, stillbirth or premature birth during pregnancy? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുമ്പോഴാണ് അബോർഷൻ, സ്റ്റിൽ ബർത്ത്, പ്രിമച്വർ ബർത്ത് ഒക്കെ ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ, കഫെയിൻ. ഓപ്ഷൻ ബി, വൈറ്റമിൻ ഡി. ഓപ്ഷൻ സി, അയൺ സപ്ലിമെന്റ്സ്. ഓപ്ഷൻ ഡി, ഫോളിക് ആസിഡ്. എന്താണ്? കഫെയിൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ ബർത്ത് ഡിഫക്റ്റുകൾ, അബോർഷൻ, അതുപോലെ പ്രിമച്വർ ബർത്ത് ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആർ പ്രൈമറിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്റി? ഹെറിഡിറ്റി കൊണ്ട് മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ഓപ്ഷൻ ബി, ഐ കളർ, നോസ് ഷേപ്പ്, സ്കിൻ പിഗ്മെന്റേഷൻ ആൻഡ് ഹെയർ നേച്ചർ. ഓപ്ഷൻ സി, ബ്ലഡ് പ്രഷർ ആൻഡ് പൾസ് റേറ്റ്. ഓപ്ഷൻ ഡി, പേഴ്സണാലിറ്റി. ഇപ്പൊ ഹെറിഡിറ്റി കൊണ്ട് മാത്രം വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഐ കളർ, നോസ് ഷേപ്പ്, സ്കിൻ പിഗ്മെന്റേഷൻ ആൻഡ് ഹെയർ കളർ എല്ലാം നമുക്ക് എന്താണ്? ആൻസിസ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ജീൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് അനുസരിച്ചായിരിക്കും ഈ ഫാക്ടേഴ്സും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു അനാട്ടമിക്കൽ ട്രേറ്റ്സ് ലൈക്ക് ബോഡി ഫോം ആൻഡ് സ്ട്രക്ചർ ഗെറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ്? എങ്ങനെയാണ് അനാട്ടമിക്കൽ ട്രേറ്റ്സ് ആയിട്ടുള്ള ബോഡി ഫോമും സ്ട്രക്ചറും ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത്? ഓപ്ഷൻ എ, ഓൺലി ബൈ ഹെറിഡിറ്റി. ഓപ്ഷൻ ബി, ഓൺലി ബൈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓപ്ഷൻ സി, ബൈ
നെയ്തർ ഹെറിഡിറ്റി ഓർ എൻവയോൺമെന്റ്. ഓപ്ഷൻ ഡി ഈക്വലി ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. എങ്ങനെയാണ് ഹെറിഡിറ്റിയും എൻവയോൺമെന്റും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബോഡി ഫോം സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്. Next question, what determines physiological traits such as blood pressure and pulse rate? Physiological traits ആയിട്ടുള്ള ബ്ലഡ് പ്രഷറിനെയും പൾസ് റേറ്റിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ഫാക്ടറാണ്? ഹെറിഡിറ്റി ആണോ എൻവയോൺമെന്റൽ ഫാക്ടർ ആണോ? ഓപ്ഷൻ എ only environmental influences, ഓപ്ഷൻ ബി only genetic factors, ഓപ്ഷൻ സി both environmental influences and genetic factors, ഓപ്ഷൻ ഡി neither environmental influences nor genetic factors. അപ്പോൾ എങ്ങനെയാണ് ബ്ലഡ് പ്രഷറും പൾസ് റേറ്റും എൻവയോൺമെന്റിലുമാണ്, അതുപോലെ ജനറ്റിക് അല്ലെങ്കിൽ ഹെറിഡിറ്റി ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ ഏജ് അറ്റ് വിച്ച് ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഒക്കർ? ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഒക്കർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഫാക്ടറാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ എ എൻവയോൺമെന്റൽ ഫാക്ടർ, ഓപ്ഷൻ ബി ജനറ്റിക് ഫാക്ടർ, ഓപ്ഷൻ സി ന്യൂട്രീഷൻ, ഓപ്ഷൻ ഡി ഫിസിക്കൽ എക്സസൈസ്. ഏതാണ്? ഓപ്ഷൻ ഡി ബി ആണ്, ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഫുഡ് അനുസരിച്ച് ഫിസിക്കൽ എക്സസൈസ് അനുസരിച്ചൊക്കെ ഒരു ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഇപ്പോൾ കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്റ്റഡീസും അനുകൂലിക്കുന്ന ഏതിനെയാണ്? ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതേ ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ചിലപ്പോൾ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളുക, ഫസ്റ്റ് മെൻസ്ട്രേഷൻ എപ്പോഴും ജനറ്റിക് ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ലോങ്ങിവിറ്റി? ലോങ്ങിവിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഓപ്ഷൻ എ only genetic factor, ഓപ്ഷൻ ബി only environmental factor, ഓപ്ഷൻ സി both genetic and environmental factor, ഓപ്ഷൻ ഡി neither genetic nor environmental. ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ്. ജനറ്റിക്കും ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്, എൻവയോൺമെന്റ് തുല്യമായിട്ടുള്ളൊരു പങ്കുണ്ട്. Next question, in the context of motor ability, which factor plays a more significant role? മോട്ടോർ എബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് എന്താണ് മസിൽ മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നു, ചാടുന്നു, ഓടുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മോട്ടോർ അതായത് ഫുള്ളി നമ്മൾ ആ ഒരു മസ്കുലൈൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് മോട്ടോർ എബിലിറ്റി പറയുന്നത്. അപ്പോൾ അതിൽ ഏത് ഫാക്ടറാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഹെറിഡിറ്റി, ഓപ്ഷൻ ബി എൻവയോൺമെന്റൽ ഫാക്ടർ, ഓപ്ഷൻ സി ന്യൂട്രീഷൻ, ഓപ്ഷൻ ഡി ഫിസിക്കൽ ട്രെയിനിങ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഹെറിഡിറ്റി ആണ് മോട്ടോർ എബിലിറ്റിക്ക് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അനാട്ടമിക്കൽ ട്രേറ്റ്സ് ലൈക്ക് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആർ ഇൻഫ്ലുവൻസ്ഡ് ഈക്വലി ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. അനാട്ടമിക്കൽ ട്രേറ്റ്സ് ആയിട്ടുള്ള ഹൈറ്റും വെയിറ്റും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്? എന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹെറിഡിറ്റിയും എൻവയോൺമെന്റും ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ജനറ്റിക് ഫാക്ടേഴ്സ് ഹാവ് എ മൈനർ റോൾ കമ്പയർ ടു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻ ഡിറ്റർമൈനിങ് ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് ലൈക്ക് ബ്ലഡ് പ്രഷർ ആൻഡ് പൾസ് റേറ്റ്. ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷറിനും പൾസ് റേറ്റിനും എന്താണ്? ജനറ്റിക് ഫാക്ടേഴ്സിന് മൈനർ റോൾ അല്ല, ജനറ്റിക്കിനും എൻവയോൺമെന്റിലും തുല്യ പ്രാധാന്യമുണ്ട്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ദ ഏജ് അറ്റ് വിച്ച് എ പേഴ്സൺ എക്സ്പീരിയൻസ് ദെയർ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഈസ് പ്രൈമർലി ഡിറ്റർമൈൻഡ് ബൈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ല. ഏതാണ്? ഹെറിഡിറ്റി ആണ്, അല്ലെങ്കിൽ ജനറ്റിക്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എ മാത്രമാണ്, സ്റ്റേറ്റ്മെന്റ് എ മാത്രമാണ് കിട്ടിയേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എ ആകുമ്പോൾ ഒള്ളി എ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ആക്യുറേറ്റ്ലി റിഫ്ലെക്ട്സ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ഓൺ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് ആൻഡ് ഹീമോഫീലിയ? താഴെ തന്നിരിക്കുന്ന ഡയബറ്റീസും ഹീമോഫീലിയയും പോലുള്ള ഡിസീസിൽ പറയുന്ന ഹെറിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു കാര്യം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്? ഓപ്ഷൻ എ, ഹെറിഡിറ്റി ഹാസ് ലിറ്റിൽ ടു നോ ഇമ്പാക്ട് ഓൺ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് ആൻഡ് ഹീമോഫീലിയ. ഡയബറ്റീസിനും ഹീമോഫീലിയയ്ക്കും ഹെറിഡിറ്റിക്ക് എന്തില്ല? ഇൻഫ്ലുവൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ശരിക്കും എന്താണ്? ഇൻഫ്ലുവൻസ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഹെറിഡിറ്റി ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് ആൻഡ് ഹീമോഫീലിയ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഡിസീസസ് ലൈക്ക് ക്യാൻസർ ആൻഡ് അൾസേഴ്സ് ആർ ഒൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്റി. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഹെറിഡിറ്റി ഈസ് ഇർറിവലന്റ് ഫോർ ബോത്ത് ഡയബറ്റീസ് ആൻഡ് ക്യാൻസർ. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
Next question, how does the degree of relation of schizophrenic individual affect one's chances of developing the disorder? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഡിഗ്രി ഓഫ് റിലേഷൻ ടു എ സ്കീസോഫ്രീനിക് ഇൻഡിവിജ്വല് മറ്റൊരാളുടെ അസുഖത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ഡിക്രീസസ് ദ ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് സ്കീസോഫ്രീനിയ. ഓപ്ഷൻ ബി, ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ദ ലൈക്ലിഹുഡ് ഓഫ് ഡെവലപ്പിംഗ് സ്കീസോഫ്രീനിയ. Option C, the more closely one related to schizophrenic individual, the greater the chances of developing the disorder. Option D, it guarantees that one will develop schizophrenia. അപ്പൊ എന്താണ്? സ്കീസോഫ്രീനിയ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും സ്കീസോഫ്രീനിക് ആണെങ്കിൽ അത് നമുക്ക് പകരാനുള്ള, അല്ലെങ്കിൽ പകരുക മീൻസ് അല്ല, നമുക്കത് വരാനുള്ള ചാൻസ്, ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് കൂടുതലും ജനറ്റിക് പരമായിട്ട് വരുന്ന ഒരു കാര്യമായതുകൊണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് ദ എൻവയോൺമെന്റ് പ്ലേ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായിട്ട് എൻവയോൺമെന്റ് ചെയ്യുന്ന റോൾ എന്താണ്? Option A, environment has no impact on personality development. Option B, personality is solely determined by hereditary factors. Option C, while physical structures and nervous systems are inherited, emotional stability and personality development are significantly influenced by environment and training. Option D, personality development is solely influenced by genetics and not by cultural and environmental factors. Answer C ആണ്. കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ്, നെർവസ് സിസ്റ്റംസ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്തതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും അതുപോലെ അതിന്റെ പേഴ്സണാലിറ്റി എല്ലാം എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എൻവയോൺമെന്റ് ഫാക്ടേഴ്സും അതുപോലെ ട്രെയിനിങ്ങുമാണ്. ഇപ്പൊ നമ്മളുടെ പേഴ്സണാലിറ്റി നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വരും, പക്ഷേ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ നല്ലൊരു ട്രെയിനറോട് കൂടി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഉള്ളത് കിട്ടിയത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ എന്താണ് ട്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റും. സോ നമ്മളുടെ ഒരു ഇപ്പോൾ ഉള്ള പേഴ്സണാലിറ്റി, നമ്മൾ പുറമേ കാണിക്കുന്ന നമ്മളുടെ ബിഹേവിയറിനെയാണ് പേഴ്സണാലിറ്റി വിളിക്കുന്നത്. ആ പേഴ്സണാലിറ്റി എപ്പോഴും നമ്മൾ എന്താണ് ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. വേണ്ടാത്തതെല്ലാം കളയുന്നു, നല്ല കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ അത് പ്യുവർലി എന്താണ് എൻവയോൺമെന്റിലാണെന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു എന്താണ് നമ്മുടെ എൻവയോൺമെന്റും അതുപോലെ ഹെറിഡിറ്റി ഇൻഫ്ലുവൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഫാക്ടേഴ്സും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഏതൊക്കെയാണ് ഹെറിഡിറ്റി, ഏതൊക്കെയാണ് എൻവയോൺമെന്റൽ എന്നുള്ള കാര്യം മാത്രം തരംതിരിച്ച് പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കയ്യിൽ നിൽക്കുന്ന പോർഷൻസ് ആണ്, എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.